വണ്ടിപ്പെരിയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. SHO TD സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പുതല അന്വേഷണം നടത്തി 2 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെയാണ് സസ്പെൻഷനുള്ള ഉത്തരവ്. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം. അഞ്ജു ജയപ്രകാശ്, അന്വേഷണത്തിലെ അപാകതകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ മുതൽ തന്നെ സജീവമായിരുന്നു. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, ഈ വണ്ടിപ്പെരിയാർ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നത്. തെളിവെടുപ്പിന് വരെ കൊലപാതകം നടന്ന തൊട്ടടുത്ത ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തിച്ചേർന്നതടക്കം കാര്യങ്ങൾ കോടതി അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്ന സാഹചര്യമായിരുന്നു. ഇതടക്കം തെളിവുകൾ നശിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളടക്കം ഉണ്ടാവാമെന്നടക്കമുള്ള പല കാര്യങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തേക്ക് വരുന്നത്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വണ്ടിപ്പെരിയാറിൽ ഒരു തിരുത്തൽ നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. അതിന്റെ ഭാഗമായി SHO ആയിരുന്നിട്ടുള്ള TD സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും 6 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി അർജുനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ സമയങ്ങളിലടക്കം ആളുകൾ, പോലീസ് അടക്കം ഈ പ്രതിയെ വെറുതെ വിട്ട സമയത്ത് ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ പോലീസിന് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ അടക്കം സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്ന തരത്തിലായേക്കാണോ നീക്കങ്ങൾ കടക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്ന TD സുനിൽകുമാറിന്റെ ഈ അന്വേഷണത്തെ കുറിച്ച് വലിയ തരത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. കോടതിയുടെ പശ്ചാത്തലത്തിലടക്കം കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു തിരുത്തൽ നടപടി ഉണ്ടായിരിക്കുന്നത്. സുജയ, വണ്ടിപ്പെരിയാർ കേസിൽ നമ്മുടെ പോലീസ് സംവിധാനത്തെക്കുറിച്ചൊക്കെ ഇന്ന് സഭയിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം വരുന്നതും കണ്ടു. പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിലാണ് അടിയന്തര പ്രമേയ ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നത്. അതിൽ മുഖ്യമന്ത്രി ഇന്ന് അഞ്ജു നൽകിയ മറുപടി ഈ കേസ് അന്വേഷണത്തെക്കുറിച്ചാണ്. കട്ടപ്പന പ്രത്യേക പോക്സോ കോടതി കേസിലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി പ്രതിയെ വെറുതെ വിട്ട ഉത്തരവായത് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ നടപടി വന്നിരിക്കുന്നത്. പോലീസിന്റെ കുറ്റാന്വേഷണ മികവിന്റെ ഉദാഹരണങ്ങളെക്കുറിച്ചൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അർഹമായ ശിക്ഷ പ്രതികൾക്ക് കോടതിയിൽ വാങ്ങിക്കൊടുക്കാൻ കഴിയാതെ പോയ ഒരു സാഹചര്യം അതും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. കുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കർക്കശ നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ അതിന്റെ അങ്ങേയറ്റം വരെ പോകുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വണ്ടിപ്പെരിയാർ കേസിൽ സഭയിൽ പറഞ്ഞത്. അപ്പോൾ അത് സംഭവിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതേ സുജയ, അതായത് ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ കുടുംബമടക്കം മുഖ്യമന്ത്രിയെ കാണുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്നത് പോലെ കോടതി പോലീസിനെയും പ്രോസിക്യൂഷനെയും അടക്കം വലിയ തരത്തിൽ വിമർശിച്ച സാഹചര്യം, പോലീസ് സംവിധാനത്തിനെതിരെ വലിയ ചൂണ്ടുവിരൽ നീണ്ട ദിവസമായിരുന്നു അന്ന്. പ്രതിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു 6 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പോലീസിനെതിരെ വിമർശനമുയർന്ന സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം, അതായത് പോലീസിന്റെ ഒരു തിരുത്തൽ നടപടി എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു നടപടി പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം പ്രതിയും കൊണ്ട് പോലീസ് പലയിടങ്ങളിൽ, അതായത് തെളിവെടുപ്പിന് ഉൾപ്പെടെ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ പോലീസിനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. കുടുംബം ഉൾപ്പെടെ ഇതിനെതിരെ വലിയ തരത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SHO നേരിടേണ്ടി വരുന്നത്. 2 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ സസ്പെൻഷൻ നടപടി കൂടി അദ്ദേഹം നേരിടേണ്ടി വരും. അതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. സുജിയ, അഞ്ജു, ഈ ഉത്തരവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സസ്പെൻഷൻ അപ്പുറം കൂടുതൽ പേർക്കെതിരെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യവിലോപം ഉണ്ടായി, അതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടൊക്കെ എപ്പോഴായിരിക്കും വരിക? സുജിയ, പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിലിറങ്ങിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ഈ 2 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കേണ്ടി വരും. അതായത് നിലവിൽ ഇപ്പോൾ ഈ ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് ഈ അന്വേഷണ ചുമതല വഹിച്ച ഈ കട്ടപ്പനയിലെ ഈ SHO അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ്. അതായത് ഈ 1958 KPDIP ആ റൂൾസ് ബന്ധപ്പെട്ട ചട്ടങ്ങൾ അനുശാസിച്ച വിധം
ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥൻ 2 മാസത്തിനകം അന്വേഷണ വിചാരണ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട് എന്നുകൂടി ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. എന്തായാലും ഇതനുസരിച്ച് കണക്കും ADGP MR അജിത് കുമാറാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഉത്തരവാണ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് അഞ്ജു ജയപ്രകാശ് പങ്കുവച്ചത്. വണ്ടിപ്പെരിയാർ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ SHOയ്ക്ക് സസ്പെൻഷൻ, 2 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നുള്ള ഉത്തരവാണിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി വന്ന വിഷയമാണ്. SHOയ്ക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് അഞ്ജു ജയപ്രകാശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.